ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽഹംദുലില്ലാ നമുക്കിന്നൊരു സന്തോഷ വാർത്ത പറയാനുണ്ട്. നിങ്ങൾ കാരണം നമുക്ക് യൂട്യൂബിൽ നിന്ന് ആദ്യമായിട്ട് നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സാബ് സ്റ്റോക്ക് യൂട്യൂബ് ചാനലിലെ സാബിർക്കാട് ഗ്രൂപ്പിൽ എത്തിപ്പെട്ടത് കൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ചാനലിൽ നിന്നൊരു വരുമാനം കിട്ടാൻ സാധിച്ചത് കേട്ടോ. 1 വർഷം 2 മാസമൊക്കെ ആയിട്ടുണ്ട് ചാനൽ തുടങ്ങിയിട്ട്. നിങ്ങളും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലെ നല്ലൊരു കൂട്ടായ്മയും ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് ഈ നേട്ടം കൈവരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം യൂട്യൂബിലത്തെ ഒരു കാര്യം എനിക്കറിയണമെന്നില്ല. ആ ഗ്രൂപ്പ് പോയിട്ടാണ് എനിക്ക് പഠിച്ചത് കേട്ടോ. ഞാൻ പഠിച്ചെടുത്തത് ഒരു സാധാരണക്കാരിയായ എനിക്ക് യൂട്യൂബിൽ നിന്ന് പണം ലഭിക്കാൻ കഴിയുമെന്ന് കാണിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും നമ്മുടെ ദുആയിലുണ്ടാവും കേട്ടോ. ഇപ്പോൾ രാവിലത്തെ മക്കളിതാ പോകുമ്പോൾ ഒന്നും കുടിക്കൊന്നുമില്ല. അവർ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ടാണ് പോകട്ടോ മദ്രസയ്ക്ക്. പച്ചവെള്ളം കൊടുക്കില്ല, ചൂടുവെള്ളമാണ് കൊടുക്കുക. എൻ്റെ അടുത്ത് മോളിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ മോളുണ്ട് അടുത്ത്. ഓള് കിടന്ന് കരയാണ് കേട്ടോ. അവൾ ഉറക്കിയിട്ട് ചെയ്യാൻ വിചാരിച്ചായിരുന്നു. അപ്പോൾ ഉറങ്ങണ കാണാനില്ല. പിന്നെ പെട്ടെന്ന് തന്നെ ഞാൻ എന്തെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം തന്നെ ചെയ്യണം കേട്ടോ. നമ്മൾ തലേ ദിവസം മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ മിക്സി ഇല്ലയെന്നറിയാലോ. അപ്പം അമ്മയുടെ വീട്ടിലായിരുന്നു 2 ദിവസം. അപ്പം ഞാനും മക്കളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അവിടെ. അപ്പം അമ്മയുടെ വീട്ടിൽ നിന്ന് വരുമ്പോൾ മിക്സി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടുത്തെ അവർ ഉപയോഗിക്കാതെ വെച്ചിരുന്നൊരു മിക്സി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ കൊടുന്നത്. അപ്പോൾ അതിൽ പറഞ്ഞ മാതിരി അരിയും ഉഴുന്നും അരച്ച് വെക്കുമ്പോഴത്തേന് അത് കംപ്ലൈൻറ്റ് വന്ന്. പിന്നെ അത് സ്വിച്ച് ഇട്ടിട്ടൊന്നും വർക്കാവണമെന്നില്ല. പിന്നെ കുറച്ച് ചോറ് ഇതിലേക്ക് ചോറ് കൂട്ടണമല്ലോ. അപ്പോൾ ചോറ് നമ്മൾ ഇവിടെ അമ്മയും അരച്ചിട്ട് ഇതിൽ കൂടെ മിക്സാക്കിയിട്ട് ഇളക്കി വെക്കുകയാണ് കേട്ടോ ചെയ്തത്. നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ഇപ്പോൾ ഇവിടുന്ന് രാവിലെ ഇറങ്ങും കേട്ടോ. അമ്മക്ക് ഒരു മരിപ്പുണ്ടായിരുന്നു. അതിൻ്റെ കൊല്ലം തേച്ചിലായിരുന്നു കേട്ടോ ഒന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കുക. അപ്പോൾ മൂത്ത മോളായിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവൾക്ക് ഇന്ന് സ്കൂളിൽ അവധിയാണെങ്കിലും LSSൻ്റെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അതിന് പോകാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞ പരീക്ഷ എടുത്തതിൽ കുറച്ച് മാർക്ക് കുറവുണ്ട്. അപ്പോൾ എന്തായാലും അവളെ പറഞ്ഞേക്ക് തന്നെ വേണം. അപ്പോൾ പിന്നെ മക്കൾ മദ്രസ വിട്ട് വരുമ്പോഴത്തേനും പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അമ്മക്ക് പെട്ടെന്നൊരു ദോശ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള മാത്രം മാവ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പിട്ടിട്ട് ബാക്കിയുള്ള മാവ് അങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഉപ്പിടാണ്ട് ആവശ്യത്തിന് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച്. ബാക്കി വരുന്നത് ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെയും ഉപയോഗിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചായ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോൾ അതാ ദോശ ചുടുകയാണ്. അപ്പോൾ ഒന്ന് ചട്ടി ചൂടായില്ല, ഒന്നും കൂടി ചൂടാവണമായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. എന്നാലോ മിക്സി കടന്നു അല്ലേ? മിക്സി കടന്നു പറയാ. ചൂട് കമ്മിയായിരുന്നു. ചൂട് ഒഴിക്കുമ്പോഴേ ചൂട് കുറഞ്ഞു. ഉമ്മ പോകാനും വേണ്ടിയിട്ട് ഫർദൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം കട്ടൻ ചായ ചൂടാറാനും വേണ്ടിയിട്ടൊരു വലിയ പാത്രത്തേക്ക് ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുടിക്കുകയാണ്. പിന്നെ ഇതാ ദോശയായിട്ടുണ്ട്. നല്ല മുരിഞ്ഞ് വന്നിരുന്നത്. ചട്ടിയൊന്ന് ചൂട് കുറഞ്ഞ് അതാണ് കേട്ടോ. അപ്പം ഉമ്മാക്ക് മാത്രം ചുട്ടച്ചിട്ട് അങ്ങനെ ഗ്യാസ് പിന്നെ കെടുത്തി വെച്ചിട്ടോ. കാരണം ചൂടോടെ ചുട്ടിട്ട് തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. മക്കൾ വരുമ്പോൾ അപ്പോൾ ആ ടൈമിൽ ചുട്ടെടുത്താൽ മതിയല്ലോ എന്ന് വിചാരിച്ച്. പിന്നെ ഇപ്പാണെങ്കിൽ ഇപ്പാക്ക് ഇവിടെ ഒരു മരണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനും പൊയ്ക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടുത്തെ രാവിലത്തെ കാര്യങ്ങൾ. ഇപ്പം നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പോകാം കേട്ടോ. അൽഹംദുലില്ലാ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ
നമുക്ക് വരുമാനം കിട്ടിയിട്ടുണ്ട് യൂട്യൂബിൽ നിന്ന്. ഒരു വർഷം 2 മാസമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ചാനൽ തുടങ്ങിയിട്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് പൈസ കിട്ടുന്നത്. അപ്പോൾ നമ്മളെ ചാനലിൽ നിന്ന് ഞാൻ തുടങ്ങുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ എന്ന് പറഞ്ഞതൊന്നുമില്ല. എന്നെങ്കിലും ചാനൽ മോണിറ്റൈസേഷനായി എൻ്റെ ചെറിയ 4ാമത്തെ മോള് വളർന്ന് വലുതാകുമ്പോഴത്തേന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടി അവർക്കുള്ളതെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു ചിന്താഗതിയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേങ്കിൽ സാബ് സ്റ്റോക്കിത്ത് സാബിർക്ക് കണ്ടിട്ട് നമ്മളെ വീഡിയോ ഇങ്ങനെ കണ്ടിട്ട് അവർ ഷെയർ ചെയ്തത്. അപ്പോൾ അങ്ങനെ അവരെ ഗ്രൂപ്പിൽ ആഡ് ആവാനൊക്കെ എനിക്ക് പറ്റി. അതാണ് യൂട്യൂബിൽ എനിക്ക് ഏറ്റവും ഫസ്റ്റിൽ വിജയം കൈവരിക്കാൻ പറ്റിയത് കേട്ടോ. ആ ഗ്രൂപ്പിലേക്ക് പോയിട്ടാണ് യൂട്യൂബിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിച്ചതും എല്ലാ കാര്യങ്ങളും കേട്ടോ. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഒരു വീഡിയോ ആക്കിയിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. എനിക്ക് തന്നെ 4 മക്കളായതുകൊണ്ട് എന്നെ കാണുമ്പോൾ ആൾക്കാർക്കൊക്കെ ഒരു പുച്ഛമായിരുന്നു, ഒരു പരിഹാസമായിരുന്നു. കാരണം മക്കളെ നോക്കാൻ കഴിയില്ല, കുറേ മക്കളെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ എന്നെ കാണുമ്പോൾ പുച്ഛിക്കും, പരിഹസിക്കും. എന്താ എനിക്ക് ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങനെ ഉമ്മ ആയിട്ട് എനിക്ക് എന്താ കിട്ടി, അങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒത്തിരി പേര് പറയും എനിക്കിപ്പോൾ ഇത്രയും വയസ്സായിട്ട് 4 മക്കളൊക്കെ എന്തിനാ എനിക്ക് വേറെ പണി ഉണ്ടായില്ലേ, എനിക്കൊക്കെ എൻ്റെ പ്രായത്തിൽ 2 മക്കളുള്ളൂ, 1 മക്കളുള്ളൂ, അങ്ങനെ തുടങ്ങും സംസാരങ്ങൾ കേട്ടോ. പിന്നെ ഓരോന്ന് നമുക്കയറ്റുങ്ങളെ നോക്കാൻ അവർക്കൊരു ഫുഡ് നല്ലത് വാങ്ങിക്കൊടുക്കാൻ നടക്കാനൊക്കെ എനിക്ക് കഴിവുണ്ടോ, അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ കേട്ടിട്ട് ഞാൻ ആകെ തകർന്നു പോയിട്ടുണ്ട് കേട്ടോ. ആത്മഹത്യയുടെ വക്കിലേക്ക് വരെ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു കാലത്ത് പറഞ്ഞാൽ ഇപ്പോഴും നമ്മളൊന്നും ആയിട്ടില്ല, എന്നാലും നമുക്കൊരു വേറെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അവരങ്ങനെ അവരുടെ കാര്യങ്ങൾ പറയട്ടെ. അപ്പം ഞങ്ങൾ തന്നെ 2 മക്കളെ നോക്കാൻ തന്നെ ഞങ്ങൾക്ക് തന്നെ പെടാപ്പാടാ. അപ്പോൾ ഈ 4 മക്കളായിട്ട് എനിക്ക് എന്താ കാട്ടുക, ഇങ്ങനെ ഈ കളിച്ച് നടക്കേണ്ട പ്രായത്തിലൊക്കെ എനിക്ക് ഈ മക്കളെയും വെച്ചിട്ട് എനിക്ക് വേറെ ഒരു പണി ഉണ്ടായിരുന്നില്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇത്രയും കാലം ഞാൻ കേട്ടിരുന്നത്. ഇപ്പോഴും കേൾക്കുന്നുണ്ട്, എന്നാലും കൂടിയിട്ട് ഞാൻ പറയുക, എൻ്റെ കുറച്ച് സങ്കടങ്ങൾ ഞാൻ പറയണം കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ വേറെ ഇമ്മയും വേറുള്ളവരൊക്കെ പറയും നമ്മളോട്, ഇങ്ങനെ കരഞ്ഞിട്ടും വിഷമിച്ചിട്ടൊക്കെ ഇരുന്നിട്ട് എന്താ കാര്യം, മക്കളുണ്ടായത് ഇപ്പോൾ മക്കളെന്താ പറയാനാണ്, മക്കളെപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ മറ്റുള്ളവർ പറയുന്നത് ആ ഒരു ഗണത്തിലാണ് അവരെ പഠിപ്പിക്കണ്ടേ, അവരെ വളർത്തണ്ടേ, നല്ല ജോലി ഉണ്ടായിരുന്നെങ്കിൽ, കുറച്ച് കാശൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ നല്ല രീതിക്ക് വളർത്താറുന്നില്ല. പറയാൻ തന്നെ വയ്ക്കണം കേട്ടോ, കണ്ണ് നിറയണം. അപ്പോൾ മറ്റുള്ളവർ ഈ അർത്ഥത്തിലാണ് പറയുന്നത്, വല്ല ജോലിക്കും പോയിട്ടുണ്ടെങ്കിൽ 10 കാശ് ഉണ്ടാക്കാമായിരുന്നു, ഇത് കുറേ മക്കളുണ്ടാക്കിയിട്ടിട്ട് എന്താ കാര്യം എന്നാണ് അവർ ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ജീവിതമൊക്കെ അങ്ങനെ മടുപ്പിലേക്ക് ഞാനങ്ങനെ പറഞ്ഞുകൊണ്ടൊരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മടുപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഡിപ്രഷനൊക്കെ വരില്ലേ, അങ്ങനെ ആയിരുന്നു കേട്ടോ. അപ്പോൾ കാരണം അവർ പറഞ്ഞതിലും കാര്യമുണ്ടെന്ന് വെച്ചാൽ അവർക്ക് ജീവിക്കാനായിട്ടൊരു വീടില്ല, ഒരു കാര്യങ്ങളുമില്ല, അവർക്കൊരു നല്ല ഡ്രസ്സ് വാങ്ങിക്കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല, നല്ല ഭക്ഷണം കൊടുക്കാനില്ല, അങ്ങനെയൊക്കെ കേട്ടോ. എന്നാലും ഞാൻ ചിന്തിക്കും, എന്തിനാ പഠിച്ചവനെ ഒരു 4 മക്കൾ ഉമ്മയായതിന് എന്തിനാ ആളുകൾ എന്നെ പരിഹസിക്കണം, ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കും കേട്ടോ. മക്കളെ കാണുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ മറക്കുകയാണ്, നമ്മളെ സന്തോഷമാണ് അവർ, നമ്മുടെ ജീവനാണ്, റബ്ബ് തന്ന അനുഗ്രഹമാണ്. ഇവരിങ്ങനെ പരിഹസിച്ചാൽ അവർക്ക് ശിക്ഷ ലഭിക്കൂലേ, അങ്ങനെയൊക്കെ ഞാൻ ചിന്തിക്കും. ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ മക്കൾ ചോദിക്കും, ഉമ്മ എന്ത് പറ്റുമ്മ, എന്തിനാ സങ്കടപ്പെടുന്നത് ചോദിക്കട്ടോ. അപ്പോൾ അതിനൊന്നും ഞാൻ മക്കളോട് മറുപടി പറയില്ല, ഞാൻ തല കുനിച്ചിങ്ങനെ ഇരിക്കട്ടോ. കണ്ണീര് വന്നാലും കണ്ണീര് കവിളിലൂടെ വരാതെ ഞാൻ ശ്രദ്ധിക്കും. മക്കളെ മുമ്പിൽ കരയില്ല കേട്ടോ. അപ്പോൾ അവരെൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കും മക്കൾ. അപ്പം എൻ്റെ എന്നെ അങ്ങനെ തലോടിക്കൊണ്ട് മക്കളിങ്ങനെ പറയും, കരയെല്ലാം വെച്ചേ എന്നൊക്കെ പറയും കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എൻ്റെ ഒരു പൊട്ടിപ്പൊഴിഞ്ഞൊരു ഫോണായിരുന്നു കേട്ടോ. ഡിസ്പ്ലേ പോലും കംപ്ലൈൻ്റ് ആയിരുന്നു പറഞ്ഞ മാതിരി ആയിരുന്നു കേട്ടോ ഫോണിൻ്റെ അവസ്ഥ. ടച്ചൊന്നും അങ്ങനെ വർക്കാവാതെ അങ്ങനെ എനിക്ക് വീട്ടിലിരുന്നിട്ട് എന്തെങ്കിലും ഞാൻ കുറേ ഇങ്ങനെ മറ്റേ വർക്ക് ഉണ്ടല്ലോ, മറ്റേ ആളുകളെ ചേർക്കുക, ഗ്രൂപ്പിലൊക്കെ ചേർത്ത് അങ്ങനെ അഡ്മിഷൻ എടുത്ത് കൊടുക്കുക, അങ്ങനത്തെ ഒക്കെ കുറേ കാര്യങ്ങൾ വീട്ടിലിരുന്നും കണ്ട് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിലൊക്കെ ലിങ്കിലൊക്കെ കയറി ഞാൻ കുറേ പെടാപ്പാട് കിട്ടിക്കണം കേട്ടോ. പക്ഷെ നമുക്കൊന്നും ഒരു അഡ്മിഷൻ പോലും കിട്ടൂല, ആരും നമ്മളെയൊക്കെ ഒന്നും മേടിക്കൂല. എന്തെങ്കിലും കമ്മീഷൻ 10-60 ഉറുപ്പ്യൊക്കെ അങ്ങനെ കിട്ടും ഒരു അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ. പക്ഷെ ആരെങ്കിലും അഡ്മിഷൻ മേടിക്കേണ്ട ആരും മേടിക്കൂല കേട്ടോ.
പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് വിൽക്കാമെന്ന് വിചാരിച്ചാൽ നമുക്കിങ്ങനെ വാങ്ങാനും വേണ്ട പൈസ. വാങ്ങിയിട്ട് എന്താ ആദ്യം നമ്മൾ വാങ്ങിയിട്ട് ഉണ്ടാക്കി വെക്കണ്ടേ, ഇനി വാങ്ങാനും കുറച്ച് കാശ് ഇറക്കണ്ടേ. അപ്പോൾ അതിനുള്ള സാമ്പത്തികമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്താ വിചാരിച്ച്, ഉള്ളൊരു ഫോണ് മണ്ടഫോണെങ്കിൽ അതെങ്കിൽ അതുണ്ടല്ലോ. അപ്പോൾ അതിൽ എന്താ ഒരു ചാനൽ വെറുതെ ഒന്ന് ക്രിയേറ്റ് ചെയ്താലോ, ഏതെങ്കിലും കാലത്ത് എന്തെങ്കിലും വരുമാനം കിട്ടിയെങ്കിലോ എന്ന് വിചാരിച്ച് അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ ചാനൽ കേട്ടോ. അങ്ങനെ അൽഹംദുലില്ലാ തുടങ്ങി. ഇന്നിപ്പോൾ നമുക്കൊരു വരുമാനം കിട്ടിയിട്ടുണ്ട് കേട്ടോ. $100 ആയാൽ നമുക്ക് യൂട്യൂബ് തരും 8500 അത്ര റേറ്റിലാണ് പൈസ തരും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോ 2-3 മാസത്തെ ഡോളർ പ്രകാരം നമുക്ക് $152 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയിരിക്കണത് 13,700 റുപ്യാണ് കേട്ടോ. അൽഹംദുലില്ലാ വലിയ പൈസയാണ് കേട്ടോ. നമുക്കിത് എന്താ പറയുക, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എനിക്ക് ഒരു ലക്ഷം, 1 കോടിക്ക് തുല്യമാണ് കേട്ടോ. ഞാൻ കരഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ അവിടെ പോയിട്ട് ATM കാർഡിൽ പോയിട്ട് നമ്മൾ ATM പൈസ എടുക്കുമല്ലോ, അതിൽ നിന്ന് എടുക്കാനൊന്നും അറിയില്ല. എൻ്റെ ഭർത്താവിനായിട്ട് പോയിട്ടാണ് കേട്ടോ പൈസ ഒക്കെ എടുത്തത്. അവർക്കും അങ്ങനെ വലിയ പിടുത്തൊന്നുമില്ല അങ്ങനെ എടുക്കാൻ. നമ്മൾ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ATM പോയിട്ട് പൈസ എടുക്കണത്. അപ്പോൾ അങ്ങനെ അപ്പോൾ എൻ്റെ അക്കൗണ്ടിലേക്കെല്ലാം എൻ്റെ മാപ്പിള അക്കൗണ്ടിലേക്കാണ് കേട്ടോ വരും. എൻ്റെ അക്കൗണ്ട് ഞാൻ ആദ്യം കൊടുത്തിരുന്നു, അതൊക്കെ കംപ്ലൈൻറ്റ് അഡ്രസ്സ് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് കുറച്ച് ഡിലേ ആയതെന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അങ്ങനെ ഞാൻ ഇവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടാണ് റെഡിയാക്കി എടുത്തത് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് ലക്ഷങ്ങളാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇതേപോലെ അടുത്ത മാസം കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടില്ല. കാരണം നമ്മൾ വീഡിയോ ഇട്ടിട്ട് വീഡിയോ എത്രത്തോളം ആളുകളിലേക്ക് എത്തുന്നോ, എത്രത്തോളം ആളുകൾ നമ്മളെ വീഡിയോ കാണണോ, അതിനനുസരിച്ച് $100 എന്നാണോ ആവുന്നത് അന്ന് മാത്രമേ പൈസ കിട്ടുള്ളൂ കേട്ടോ. അതുവരെ ഈ യൂട്യൂബിൽ അങ്ങനെ കിടക്കുക. ഈ അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ നമ്മളെ YT സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, അതിൽ $100 ഗൂഗിൾ ആഡ്സെൻസിൽ കേട്ടോ $100 ആവണം. എന്നാൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പൈസ കേട്ടോ. $100 എന്നാണോ ആവണത് അന്നാണ് കിട്ടുക. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഇനിയും വേണമെന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അൽഹംദുലില്ലാ നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് നമ്മൾ വിജയിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പരിഹസിച്ചവരോട് എനിക്കിനിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പറയാമല്ലോ. എനിക്ക് സ്വന്തമായിട്ട് വീട്ടിലിരുന്നിട്ടൊരു ജോലിയുണ്ട്, ഞാൻ ജോലി എടുക്കുന്നുണ്ട്. ഈ 4 മക്കളെ വെച്ചിട്ട് ഞാൻ വീട്ടിലിരുന്നെങ്ങാണ്ട് ഞാനൊരു വീഡിയോ ഉണ്ടാക്കിയിട്ട് എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഉറക്കടക്കം പോയിട്ടാവും നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ടൊക്കെ നമ്മളിങ്ങനെ ചെയ്യണത്. നമ്മളെ വീഡിയോ കാണുമ്പോൾ അതൊരു വലിയ പണിയൊന്നുമല്ല എന്ന് വിചാരിച്ചാലും മക്കളെ വെച്ചെങ്ങാണ്ട് ചെയ്യുമ്പോൾ അത് കുറച്ച് വലിയ പണിയില്ല. പക്ഷേ ഇതൊന്നും എനിക്കൊരു ഭാരമായിട്ട് തോന്നുന്നില്ല കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വീട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടണം. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു വീടില്ല. സ്വന്തമായിട്ടൊരു വീടുണ്ടെങ്കിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങാമല്ലോ. അത് ചെറുത് തന്നെ മതി. ചെറുതാണെങ്കിലും സ്വന്തമായിട്ടൊരു പേര നമുക്കുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് അന്നന്ന് കിട്ടണം, അന്നന്ന് ചിലവായാലും നമുക്ക് ജീവിക്കാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളത് അവിടെ പോയിട്ട് പൈസ എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയത് സ്റ്റോക്കിത്തെ സാബിർക്കയും അതിൽ ഗ്രൂപ്പിലെ അംഗങ്ങളും കൂടിയിട്ടാണ് കേട്ടോ. അവർ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ പൈസ എടുക്കാനും വേണ്ടിയിട്ട് ഇവിടെ എത്താൻ കാരണം കേട്ടോ. സ്റ്റോക്ക് ഗ്രൂപ്പിലേക്ക് ആഡ് ആയതാണ് കേട്ടോ. യൂട്യൂബിൽ വിജയം വരാനുള്ള എൻ്റെ ആദ്യ കാരണം സാബിർക്കാടെ ഗ്രൂപ്പിലെ കൂട്ടായ്മ വലിയൊരു നിങ്ങളുടെ ഓരോ മിനിറ്റും എനിക്ക് വേണ്ടി ചിലവാക്കിയത് കൊണ്ടാണ് കേട്ടോ ഇന്ന് ഈ പൈസ വാങ്ങാൻ എനിക്ക് കാരണമായത്. ഒരുപാട് നന്ദി. 13,700 രൂപ ഉണ്ട് കേട്ടോ.